Welcome to today's class on algebra. Today we discuss a new topic known as symbol extension. And before that, we have a remark which consists of two cases. Okay, let E be an extension field of F and let alpha belongs to E. Let phi alpha from f of x to E be evaluation homomorphism defined by phi alpha of A equal to A for every A belongs to F and phi alpha of x equal to alpha. That is, we can define this homomorphism phi as phi alpha of f of x equal to f of alpha. ഈ ഹോമോമോർഫിസം നമ്മളിപ്പോൾ തൊട്ട് മുന്നേയുള്ള 2-3 തിയറംസിൽ യൂസ് ചെയ്ത സെയിം ഹോമോമോർഫിസമാണ് അല്ലേ. സോ there are two cases, and in case 1 we choose alpha belongs to E in such a way that this alpha is algebraic over F. Okay, and in case 2 we choose alpha in E in such a way that alpha is transcendental over F. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം കേസ് 1 എടുക്കാം. ആ കേസ് 1ൽ ആൽഫ ഓവർ എഫിൽ ഒരു ഔൾജിബ്രൈക് ആയ എലമെൻറ്റ് എന്നാണ് നമ്മൾ ചൂസ് ചെയ്തേക്കുന്നത്. ഓക്കെ, എൻ്റെ ആ കേസ് 1 പറയും മുന്നേ നമുക്ക് കുറച്ച് പോയിൻറ്റ്സ് ഉണ്ട്. ആ പോയിൻറ്റ്സ് നോക്കിയതിന് ശേഷം കേസ് പറയാം. ഓക്കെ, ഇത് ഓൾറെഡി നിങ്ങൾ പഠിച്ച കാര്യങ്ങളാണ്, എന്നാലും ഒന്നും കൂടി പറയാം. ഓക്കെ, ദ ഫസ്റ്റ് പോയിൻറ്റ്, എവരി ഇറഡ്യൂസിബിൾ പോളിനോമിയൽ ഇൻ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ജനറേറ്റ് എ മാക്സിമൽ ഐഡിയൽ. അല്ലേ, ഇത് നമ്മൾ അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റും പ്രൂഫും ഒക്കെ ഈ പറയുന്ന എല്ലാ റിസൾട്ട്സിൻ്റെയും സ്റ്റേറ്റ്മെൻറ്റും പ്രൂഫും നമ്മൾ പഠിച്ചതാണ്. അതായത് ദിസ് എഫ് ഈസ് എ ഫീൽഡ്, ഈ എഫ് ഒരു ഫീൽഡ് ആണെങ്കിൽ ഈ എഫ് ഓഫ് എക്സിലെ ഏതൊരു ഇറഡ്യൂസിബിൾ പോളിനോമിയൽ എടുത്താലും ആ ഇറഡ്യൂസിബിൾ പോളിനോമിയൽ ഒരു മാക്സിമൽ ഐഡിയലിനെ ജനറേറ്റ് ചെയ്യും. അല്ലേ, ഇഫ് പി ഓഫ് എക്സ് എന്ന് പറയുന്നത് ഒരു ഇറഡ്യൂസിബിൾ പോളിനോമിയൽ ഇൻ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ആണെങ്കിൽ then the ideal generated by this irreducible polynomial p of x is a maximal ideal. ഇതൊരു മാക്സിമൽ ഐഡിയൽ ആയിരിക്കും. This is the first result. Okay, and the second one, if R is a commutative ring with a unity and M is a maximal ideal, then the quotient ring R by M is a field. തിരിച്ചും പറയാൻ പറ്റും അല്ലേ. ഈ ആർ ബൈ എം എന്ന് പറയുന്നത് ഒരു ഫീൽഡ് ആണെങ്കിൽ ആൻഡ് ആർ ഒരു കമ്മ്യൂട്ടേറ്റീവ് റിംഗ് വിത്ത് യൂണിറ്റി ആണെങ്കിൽ ഈ എം എന്ന് പറയുന്നത് ഒരു മാക്സിമൽ ഐഡിയൽ ആണെന്നും പറയാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇവിടെ ആവശ്യമുള്ള റിസൾട്ട് എന്ന് പറയുന്നത് ഇഫ് ആർ ഈസ് എ കമ്മ്യൂട്ടേറ്റീവ് റിംഗ് വിത്ത് യൂണിറ്റി ആൻഡ് എം ഈസ് എ മാക്സിമൽ ഐഡിയൽ ദെൻ ദ ക്വോഷ്യന്റ് റിംഗ് ആർ ബൈ എം ഈസ് എ ഫീൽഡ്. നെക്സ്റ്റ് വി ഹാവ് ഫണ്ടമെൻ്റൽ തിയറം ഓഫ് ഹോമോമോർഫിസം. ദാറ്റ് ഈസ്, ലെറ്റ് എഫ് ഫ്രം ജി ടു ജി ഡാഷ് ബി എ ഹോമോമോർഫിസം, ദെൻ ദ ക്വോഷ്യന്റ് റിംഗ് G by kernel F is isomorphic to F of G. G by kernel F is isomorphic to F of G, and we know that this F of G is a subset of this G dash. ഓക്കെ, അപ്പോൾ ഇത്രയും പോയിൻറ്റ്സ് ആണ് നമുക്ക് കേസ് 1ൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, സോ നമുക്കത് നോക്കാം. ഇൻ കേസ് 1 we suppose that the element alpha belongs to E is algebraic over F. Okay, then kernel phi alpha equal to the ideal generated by irreducible polynomial for alpha over F. That is, if alpha is algebraic over F, then the kernel of this homomorphism kernel phi alpha equal to the ideal generated by the irreducible polynomial for alpha over F. ഈ ആൽഫ ഒരു ഓൾജിബ്രൈക് എലമെൻ്റ് ആയതുകൊണ്ട് തന്നെ നമുക്കറിയാം ഈ ആൽഫ റൂട്ടായിക്കൊണ്ടുള്ള ഒരു ഇറഡ്യൂസിബിൾ പോളിനോമിയൽ എക്സിസ്റ്റ് ചെയ്യും. ആ ഇറഡ്യൂസിബിൾ പോളിനോമിയൽ ജനറേറ്റ് ചെയ്യുന്ന ഐഡിയലായിരിക്കും ഈ ഹോമോമോർഫിസം ഫൈ ആൽഫയുടെ കേണൽ എന്ന് പറയുന്നത്. ഓക്കെ, നോ അപ്പം ഇതെന്ന് പറയുന്നത് ഒരു ഇറഡ്യൂസിബിൾ പോളിനോമിയൽ ജനറേറ്റ് ചെയ്യുന്ന ഒരു ഐഡിയലാണ്. നമുക്കറിയാം എവരി ഇറഡ്യൂസിബിൾ പോളിനോമിയൽ ഇൻ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ജനറേറ്റ് എ മാക്സിമൽ ഐഡിയൽ. ഇതൊരു ഇറഡ്യൂസിബിൾ പോളിനോമിയൽ ആണെങ്കിൽ ആ ഇറഡ്യൂസിബിൾ പോളിനോമിയൽ ജനറേറ്റ് ചെയ്യുന്ന ഐഡിയൽ എന്ന് പറയുന്നത് മാക്സിമൽ ഐഡിയൽ ആയിരിക്കും. വിച്ച് ഇംപ്ലൈസ് this ideal generated by irreducible polynomial for alpha over f is a maximal ideal. ഇപ്പോൾ നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞ കീ പോയിൻറ്റ്സിലെ ഫസ്റ്റ് പോയിൻറ്റ്. ഓക്കെ, സോ ആൻഡ് വി ഹാവ് അനദർ റിസൾട്ട്. നമ്മളിപ്പോൾ തൊട്ട് മുന്നേ പറഞ്ഞ മറ്റൊരു റിസൾട്ട് ഉണ്ട്. ഇഫ് ആർ ഇസ് എ കമ്മ്യൂട്ടേറ്റീവ് റിംഗ് വിത്ത് യൂണിറ്റി ആൻഡ് എം ഈസ് എ മാക്സിമൽ ഐഡിയൽ ദെൻ ദ ക്വോഷ്യന്റ് റിംഗ് ആർ ബൈ എം ഈസ് എ ഫീൽഡ്. അപ്പോൾ ഇതൊരു മാക്സിമൽ ഐഡിയലാണ്. കൂടാതെ നമ്മുടെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു കമ്മ്യൂട്ടേറ്റീവ് റിംഗ് വിത്ത് യൂണിറ്റിയാണ്. അതുകൊണ്ട് തന്നെ ആ ക്വോഷ്യന്റ് റിംഗ് ദാറ്റ് ഈസ് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ
capital F of x by this ideal generated by irreducible polynomial for alpha over f is a field. കാരണം ഇതൊരു മാക്സിമൽ ഐഡിയലാണ്. ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഒരു കമ്മ്യൂട്ടേറ്റീവ് റിംഗ് വിത്ത് യൂണിറ്റി ആണ്. ദെർഫോർ ദിസ് quotient is a field. Okay. Now we apply fundamental theorem of homomorphism. Fundamental theorem of homomorphism എന്താണ് പറഞ്ഞത്? ഒരു ജിയിൽ നിന്നും ജി ഡാഷിലേക്കുള്ള ഒരു ഹോമോമോർഫിസമാണ് എഫ് എങ്കിൽ ജി ബൈ കേണൽ എഫ് ഈസ് ഐസോമോർഫിക് ടു എഫ് ഓഫ് ജി. ഓക്കെ, സോ ദിസ് ഫൈ ആൽഫ ഈസ് എ ഹോമോമോർഫിസം. ഈ ഫൈ ആൽഫ എന്ന് പറയുന്ന ഒരു ഹോമോമോർഫിസമാണ്. അതുകൊണ്ട് തന്നെ ബൈ ഫണ്ടമെൻ്റൽ തിയറം ഓഫ് ഹോമോമോർഫിസം വി ഹാവ് ദിസ് എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ കേണൽ ഓഫ് ദിസ് ഫൈ ആൽഫ. കേണൽ ഫൈ ആൽഫ is isomorphic to phi alpha of f of x, and we know that phi alpha of f of x is a subset of E. Okay, and this is by the fundamental theorem of homomorphism, and we know that this is alpha. Okay, so we know that the kernel of this homomorphism phi alpha equal to the ideal generated by the irreducible polynomial of alpha over f. Therefore, capital F of x by what is the kernel of phi alpha? Kernel of phi alpha equal to the ideal generated by irreducible polynomial of alpha over f is isomorphic to phi alpha of f of x. Okay, that is capital F of x by the ideal generated by irreducible polynomial for alpha over f is isomorphic to. By the definition of our homomorphism phi alpha, what is phi alpha of f of x? Phi alpha of f of x equal to, by definition of phi alpha, this is equal to f of alpha. Okay, and we have this quotient ring f of x by the ideal generated by this polynomial is a field. ഇതൊരു ഫീൽഡാണ് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ and this field is isomorphic to this f of alpha. Therefore, this f of alpha is also a field. Okay. Now, this field, ഈ ഫീൽഡ് എഫ് ഓഫ് ആൽഫ എന്ന് പറയുന്നത് ഈ ഇൻ്റെ ഒരു സബ്സെറ്റാണ്, ഒരു സബ് ഫീൽഡാണ്. ബിക്കോസ് ദിസ് ഇ ഈസ് എ ഫീൽഡ്. ദെർഫോർ ദിസ് എഫ് ആൽഫ ഈസ് എ സബ് ഫീൽഡ് ഓഫ് ഇ. ഓക്കെ, and this f alpha is the smallest subfield of E containing f and alpha. ഈ എഫിനെയും ആൽഫയും കണ്ടെയ്ൻ ചെയ്യുന്ന ഈയുടെ ഏറ്റവും സ്മോളസ്റ്റ് സബ്ഫീൽഡ് ആയിരിക്കും എഫ് ഓഫ് ആൽഫ എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് ഇത്ര കാര്യങ്ങളാണ് കേസ് 1 പറയുന്നത്. ഇനി നമുക്ക് കേസ് 2 നോക്കാം. അപ്പോൾ കേസ് 2 എന്ന് പറയുന്നത്, കേസ് 2ൽ നമ്മൾ ചൂസ് ചെയ്യുന്നത് ആൽഫ ഒരു ട്രാൻസ്ഡെൻഡൽ എലമെൻ്റ് ആയിട്ടാണ് അല്ലേ. കേസ് 2, സപ്പോസ് alpha is transcendental over f. Okay, അങ്ങനെയാണെങ്കിൽ ഇവിടെ പറഞ്ഞു നമുക്ക് ആൽഫ എന്ന് പറയുന്നത് ഓൾജിബ്രിക് ഓവർ എഫ് ആണെങ്കിൽ we get this quotient ring f of x by the ideal generated by irreducible polynomial of alpha over f is isomorphic to f of alpha അല്ലേ. പക്ഷേ ഇവിടെ ആൽഫ, സെക്കൻഡ് കേസിൽ ആൽഫ ട്രാൻസ്ഡെൻഡൽ ആയതുകൊണ്ട് തന്നെ ബൈ ദ ഡെഫിനിഷൻ ഓഫ് ട്രാൻസ്ഡെൻഡൽ എലമെൻറ്റ് ദ ഡസ് നോട്ട് എക്സിസ്റ്റ് എനി പോളിനോമിയൽ പി ഓഫ് എക്സ് സച്ച് ദാറ്റ് പി ഓഫ് ആൽഫ ഈക്വൽ ടു 0. ആൽഫ ഒരു റൂട്ട് ആയിക്കൊണ്ടുള്ള ഒരു നോൺ കോൺസ്റ്റൻറ്റ് പോളിനോമിയലും ഈ എഫ് ഓഫ് എക്സിനകത്ത് എക്സിസ്റ്റ് ചെയ്യില്ല. കാരണം ആൽഫ എന്ന് പറയുന്നത് ഒരു ട്രാൻസ്ഡെൻഡൽ എലമെൻ്റാണ് അല്ലേ. അതുകൊണ്ട് തന്നെ നമുക്കവിടെ ഇങ്ങനൊരു ഫീൽഡ് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റില്ല. കാരണം അങ്ങ് സെക്കൻഡ് കേസിൽ ഇങ്ങനൊരു ഇറഡ്യൂസിബിൾ പോളിനോമിയൽ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. പക്ഷേ കേസ് 2 പറയുന്നത് സപ്പോസ് ആൽഫ ഈസ് ട്രാൻസ്ഡെൻഡൽ ഓവർ എഫ്, ദെൻ ദിസ് ഫൈ ആൽഫ നമ്മൾ ഡിഫൈൻ ചെയ്ത ഹോമോമോർഫിസം ഫൈ ആൽഫ ഗിവ്സ് ആൻ ഐസോമോർഫിസം ഓഫ് capital F of x with a subfield of E, not subfield, subdomain of E.
Suppose alpha is transcendental over F, then phi alpha gives an isomorphism of capital F of x with a subdomain of E. Okay. And ഈ കേസിനകത്ത് phi alpha of f of x which is equal to, by definition of phi alpha, ഇതെന്ന് പറയുന്നത് f of alpha ആണ്. ഈ f of alpha എന്ന് പറയുന്നത് ഒരു ഫീൽഡ് അല്ല അല്ലേ? കാരണം ഫസ്റ്റ് കേസിൽ നമുക്ക് എഫ് ഓഫ് ആൽഫ എന്ന് പറയുന്നത് ഒരു ഫീൽഡായി കിട്ടി. കാരണം ആ എഫ് ഓഫ് ആൽഫ എന്ന് പറയുന്നത് ഐസോമോർഫിക് ടു ദിസ് കോഷ്യൻ റിംഗ് ആയിരുന്നു. ഈ കോഷ്യൻ റിംഗ് എന്ന് പറയുന്നത് ഒരു ഫീൽഡായിരുന്നു. പക്ഷേ ഇവിടെ നമുക്ക് അങ്ങനെ ഒരു ഫീൽഡും എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ എഫ് ഓഫ് ആൽഫ എന്ന് പറയുന്നത് ഒരു ഫീൽഡാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ നമുക്ക് പറയാൻ പറ്റും ദിസ് എഫ് ഓഫ് ആൽഫ ഈസ് ആൻ ഇൻറ്റഗ്രൽ ഡൊമൈൻ. ഈ എഫ് ഓഫ് ആൽഫ എന്ന് പറയുന്നത് ഒരു ഇൻറ്റഗ്രൽ ഡൊമൈൻ ആയിരിക്കും. ദിസ് ഇസ് നോട്ട് എ ഫീൽഡ് ബട്ട് ദിസ് ഇസ് ആൻ ഇൻറ്റഗ്രൽ ഡൊമൈൻ. ഓക്കെ. ആൻഡ് we know that f of alpha is a subset of E. Alle. Now, and E is a field. Okay. Now, the field E contains the integral domain f of alpha. ഇപ്പോൾ E എന്ന ഫീൽഡ് എഫ് ഓഫ് ആൽഫ എന്നൊരു ഇൻറ്റഗ്രൽ ഡൊമൈനെ കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്. ആൻഡ് നമുക്കൊരു റിസൾട്ട് ഉണ്ട്. സപ്പോസ് E ഈസ് എ ഫീൽഡ് വിച്ച് കണ്ടെയ്നിങ് ആൻ ഇൻറ്റഗ്രൽ ഡൊമൈൻ, then that field E also contain its field of quotient. ഒരു ഫീൽഡ് ഒരു ഇൻറ്റഗ്രൽ ഡൊമൈനെ കണ്ടെയ്ൻ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഫീൽഡ് ആ ഇൻറ്റഗ്രൽ ഡൊമൈനിൻ്റെ ഒരു ഫീൽഡ് ഓഫ് കോഷ്യൻറ്റിനെ കണ്ടെയ്ൻ ചെയ്യും. ദാറ്റ് മീൻസ്, and since this is a field and this field containing an integral domain f of alpha, we have E contains a field of quotient, a field of quotient of f of alpha. നമുക്കറിയാം. ആൻഡ് ഫീൽഡ് ഓഫ് കോഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ വിച്ച് ഇസ് ദ സ്മോളസ്റ്റ് ഫീൽഡ് കണ്ടെയ്നിങ് എഫ് ആൻഡ് ആൽഫ. എഫിനെ ആൽഫേനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഏറ്റവും സ്മോളസ്റ്റ് സബ് ഫീൽഡ് ആയിരിക്കും ഒരു ഫീൽഡ് ഓഫ് കോഷ്യൻ എന്ന് പറയുന്നത്. ഫീൽഡ് ഓഫ് കോഷ്യൻ്റ് ഓഫ് ആൻ ഇൻറ്റഗ്രൽ ഡൊമൈൻ ഈസ് എ സ്മോളസ്റ്റ് സബ് ഫീൽഡ് ഇൻ വിച്ച് ദാറ്റ് ഇൻറ്റഗ്രൽ ഡൊമൈൻ ക്യാൻ ബി എംബേർഡ്. ആ ഇൻറ്റഗ്രൽ ഡൊമൈനെ ഒരു എംബേർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്മോളസ്റ്റ് സബ് ഫീൽഡിനെയാണ് നമ്മൾ ആ ഇൻറ്റഗ്രൽ ഡൊമൈൻ്റെ ഒരു ഫീൽഡ് ഓഫ് കോഷ്യൻ്റ് എന്ന് പറയുന്നത്. So, since this E contains a field of quotients of f of alpha, we have this f of alpha is the smallest subfield of E containing f and alpha, which implies this f of alpha is the smallest subfield E containing f and alpha. ഓക്കെ. സോ നമുക്ക് ഇതിനൊന്ന് കേസ് 2 ഒന്ന് കൺക്ലൂഡ് ചെയ്ത് പറയാം. ഇഫ് ആൽഫ ഈസ് ട്രാൻസ്ഡെൻഡൽ ഓവർ എഫ്, ദെൻ എഫ് ഓഫ് ആൽഫ ഈസ് ഐസോമോർഫിക് ടു ദ ഫീൽഡ് എഫ് ഓഫ് എക്സ് അല്ലേ? അതായത് സപ്പോസ് ആൽഫ ഈസ് ട്രാൻസ്ഡെൻഡൽ ഓവർ എഫ്, ദെൻ ഫൈ ആൽഫ ഗിവ്സ് എൻ ഐസോമോർഫിസം ഓഫ് എഫ് ഓഫ് എക്സ് വിത്ത് എ സബ് ഡൊമൈൻ ഓഫ് ഇ. ആ സബ് ഡൊമൈൻ എന്ന് പറയുന്നത് ഈ എഫ് ഓഫ് ആൽഫയാണ്. ഓക്കെ. ദാറ്റ് ഈസ് ആൽഫ ഈസ് ട്രാൻസ്ഡെൻഡൽ ഓവർ എഫ്, ദെൻ എഫ് ഓഫ് ആൽഫ ഈസ് ഐസോമോർഫിക് ടു എഫ് ഓഫ് എക്സ്. ഓക്കെ. അതായത് ഫസ്റ്റ് കേസിൽ നമുക്ക് കിട്ടിയ എഫ് ഓഫ് ആൽഫ എന്ന് പറയുന്ന ഒരു ഫീൽഡായിരുന്നു. പക്ഷേ സെക്കൻഡ് കേസിൽ നമുക്കൊരു ഫീൽഡാണെന്ന് പറയാൻ പറ്റില്ല, പക്ഷേ അതൊരു ഇൻറ്റഗ്രൽ ഡൊമൈനാണെന്ന് പറയാൻ പറ്റും. അപ്പോൾ ഇ എന്ന് പറയുന്നത് ഒരു ഇൻറ്റഗ്രൽ ഡൊമൈനെ കണ്ടെയ്ൻ ചെയ്യുന്നത് ഒരു ഫീൽഡ് ആയതുകൊണ്ട് തന്നെ ആ ഫീൽഡ് എന്ന് പറയുന്നത് ആ ഇൻറ്റഗ്രൽ ഡൊമൈനിൻ്റെ കോഷ്യൻറ്റിനെ കണ്ടെയ്ൻ ചെയ്യും. ഓക്കെ. ആൻഡ് നമുക്കറിയാം ഏതൊരു ഫീൽഡ് ഓഫ് കോഷ്യൻ്റ് ഓഫ് എൻ ഇൻറ്റഗ്രൽ ഡൊമൈൻ മീൻസ് which is the smallest subfield in which that integral domain can be embedded. That means this f of alpha is the smallest subfield of E containing f and alpha. Okay. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. Example. We know that the set of all real numbers is an extension field of set of all rationals. And I choose an element from this set of all real numbers, that is pi. Let pi belongs to R. Pi is a real number. And we know that this pi is transcendental over Q. അപ്പോൾ ഈ സെക്ഷൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ചെയ്തൊരു എക്സാമ്പിൾ ആയിരുന്നു
ഈ ട്രാൻസ്ഡെൻഡൽ എലമെൻറ്റ് പറഞ്ഞ സെക്ഷനിൽ നമ്മൾ ചെയ്തൊരു എക്സാമ്പിൾ ആയിരുന്നു പൈ ഈസ് ട്രാൻസ്ഡെൻഡൽ ഓവർ ക്യൂ എന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആരെങ്കിലും അത് കണ്ടിട്ടില്ലെങ്കിൽ അത് കാണുക. ഓക്കെ, സോ വി ഹാവ് ദിസ് പൈ ഈസ് ട്രാൻസ്ഡെൻഡൽ ഓവർ ക്യൂ. ഓക്കെ, അപ്പോൾ ട്രാൻസ്ഡെൻഡൽ ഓവർ ക്യൂ ആയതുകൊണ്ട് തന്നെ നമുക്ക് കേസ് 2 ആണ് അല്ലേ. സോ ബൈ കേസ് 2 വി ഹാവ് ക്യൂ ഓഫ് പൈ ഈസ് ഐസോമോർഫിക് ടു q of x, and this q of pi is isomorphic to q of x of rational functions over q in the indeterminate x. Okay, since this pi is transcendental over q, by case 2 we have this q of pi is isomorphic to q of x of rational functions over q in the indeterminate x. Okay, now next we have a definition. Okay, definition. An extension field E of a field F is a simple extension of F if E equal to f of alpha for some alpha belongs to E. Okay, an extension field E of a field F is a simple extension of F if E equal to f of alpha for some alpha belongs to E. Okay, ഇതിന് തൊട്ട് മുന്നേ നമ്മളിപ്പോൾ തൊട്ട് മുന്നിലുള്ള കേസുകളായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തത് എഫ് ഓഫ് ആൽഫയെ പറ്റിയായിരുന്നു അല്ലേ. എഫ് ഓഫ് ആൽഫ ഇപ്പോൾ ടെക്സ്റ്റ് ബുക്കിനകത്ത് എഫ് ഓഫ് ആൽഫയെ പറ്റി അത്രേ പറയുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ കൂടുതലായി നിങ്ങൾക്ക് എഫ് ഓഫ് ആൽഫ എന്താണെന്ന് അറിഞ്ഞിരിക്കണമെങ്കിൽ യു ഹാവ് ടു know that this f of alpha is the smallest subfield of E. Okay, this f alpha is the small, if E is an extension field of F. Okay, if E is an extension field of F, then f of alpha is the smallest subfield of E containing f and alpha. ഓക്കെ, ഇത് ടെക്സ്റ്റിനകത്തില്ല, ഞാൻ എക്സ്ട്രാ ആയിട്ട് പറയുന്നതാണ്. ഓക്കെ, നിങ്ങൾ ഓർക്കുക എഫ് ഓഫ് ആൽഫ എന്ന് പറഞ്ഞാൽ സപ്പോസ് this E is an extension field of F, then f of alpha is the smallest subfield of this E containing f and alpha. എഫിനെയും ആൽഫയെയും കണ്ടെയ്ൻ ചെയ്യുന്ന ഇൻ്റെ ഏറ്റവും സ്മോളസ്റ്റ് സബ്ഫീൽഡായിരിക്കും ജനറലി ഏതൊരു എഫ് ഓഫ് ആൽഫയും. ഓക്കെ, ഈ എഫ് എന്ന് പറയുന്നത് ചിലപ്പോൾ ആറാവാം, ക്യൂ ആവാം, അതായത് സെറ്റ് ഓഫ് ഓൾ റാഷണൽ നമ്പേഴ്സ് വരാം, സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് വരാം. ആൻഡ് ആൽഫ എന്ന് പറയുന്നത് ആ എക്സ്റ്റൻഷൻ ഫീൽഡ് ഏതാണോ ആ എക്സ്റ്റൻഷൻ ഫീൽഡിനകത്ത് ഏത് എലമെൻറ്റ് വേണമെങ്കിലും ആവാം. ഓക്കെ, ആൻഡ് we can this f of alpha can be obtained by adjoining an element alpha from E to F. അപ്പോൾ എഫ് ഓഫ് ആൽഫ നമുക്ക് കിട്ടുന്നത് ഈ ഇ എന്ന ഈ എക്സ്റ്റൻഷൻ ഫീൽഡിൽ നിന്നും ഒരു എലമെൻറ്റ് ആൽഫയെ നമ്മൾ ഈ എഫിനോട് അഡ്ജോയിൻ ചെയ്യുമ്പോഴാണ്. ഓക്കെ, ഇങ്ങനെയാണ് ഒരു എഫ് ഓഫ് ആൽഫ കിട്ടുന്നത്. സോ എഫ് ഓഫ് ആൽഫ എന്നതിലൂടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ദിസ് ഈസ് എ സ്മോളസ്റ്റ് സബ് ഫീൽഡ് ഓഫ് ഇ വിച്ച് കണ്ടെയ്നിങ് f and alpha, and this f of alpha can be obtained by adjoining an element alpha from E to F. ഓക്കെ, അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് എഫ് ഓഫ് ആൽഫയെ പറ്റി അറിയേണ്ടത്. അപ്പോൾ ഇത് ടെക്സ്റ്റ് ബുക്കിനകത്ത് പറയുന്നില്ല, പക്ഷേ ഇനി നമ്മൾ ഈ എഫ് ഓഫ് ആൽഫയ്ക്ക് പകരം എഫിന് പകരം നമ്മൾ ക്യൂ ചൂസ് ചെയ്യുന്നുണ്ട്, ആൽഫയ്ക്ക് പകരം പൈ ചൂസ് ചെയ്യുന്നുണ്ട്. അതായത് ക്യൂ ഓഫ് പൈ, ആർ ഓഫ് പൈ, അങ്ങനെ ഇനിയുള്ള തിയറംസിലൊക്കെ നമ്മളത് യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് പറഞ്ഞത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഡെഫിനിഷൻ നോക്കാം. ആൻ എക്സ്റ്റൻഷൻ ഫീൽഡ് ഇ ഓഫ് എ ഫീൽഡ് എഫ് ഈസ് എ സിമ്പിൾ എക്സ്റ്റൻഷൻ ഓഫ് എഫ് ഇഫ് ഇ ഈക്വൽ ടു എഫ് ഓഫ് ആൽഫ ഫോർ സം ആൽഫ ബിലോങ്സ് ടു ഇ. ഓക്കെ, അപ്പോൾ
ഒരു നമുക്ക് F is E is an extension field of F. E is an extension field of F. അങ്ങനെയാണെങ്കിൽ ഈ ഇനെ എഫിൻ്റെ ഒരു സിമ്പിൾ എക്സ്റ്റൻഷൻ ആണെന്ന് പറയുകയാണെങ്കിൽ ഈ എക്സ്റ്റൻഷൻ ഇനെ എഫിൻ്റെ ഒരു സിമ്പിൾ എക്സ്റ്റൻഷൻ ആണെന്ന് പറയണമെങ്കിൽ we can express this extension field E as E equal to f of alpha for some alpha belongs to E. ഈ ആൽഫയിലെ ഒരു എലമെൻറ്റ് ഈ ഇയിലെ ഒരു എലമെൻറ്റാണ് ആൽഫ എങ്കിൽ നമുക്ക് ഈ ഇനെ എഫ് ഓഫ് ആൽഫ എന്ന് എക്സ്പ്രസ് ചെയ്യാൻ പറ്റിയാൽ ഈ ഇനെ എഫിൻ്റെ ഒരു സിമ്പിൾ എക്സ്റ്റൻഷൻ ആണെന്ന് പറയും. ഓക്കെ, ദാറ്റ് ഈസ് ഇഫ് there exists an element, that is simple extension can also be defined as if there exists an element alpha belongs to E such that f of alpha equal to E, then this E is called a simple extension. ഈ എക്സ്റ്റൻഷൻ ഫീൽഡ് ഇയിൽ ഒരു എലമെൻറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, ഒരു ആൽഫ പറഞ്ഞ ഒരു എലമെൻറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് സച്ച് ദാറ്റ് ആ എലമെൻറ്റ് ആൽഫയെ ഞാൻ ഈ എഫിനോട് അഡ്ജോയിൻ ചെയ്യിപ്പിക്കുമ്പോൾ എനിക്ക് എൻ്റയർ എക്സ്റ്റൻഷൻ ഫീൽഡ് ഇ കിട്ടുകയാണെങ്കിൽ ഈ ഇനെ ഞാനൊരു സിമ്പിൾ എക്സ്റ്റൻഷൻ എന്ന് വിളിക്കും. ക്ലിയർ ആണോ? ഒന്നുകൂടി ഞാൻ പറയാം. ഒരു എക്സ്റ്റൻഷൻ ഫീൽഡ് ഇനെ ഒരു സിമ്പിൾ എക്സ്റ്റൻഷൻ ആണെന്ന് പറയണമെങ്കിൽ ആ എക്സ്റ്റൻഷൻ ഇയിൽ നിന്നും ഇയിൽ ഒരു എലമെൻറ്റ് ആൽഫ എക്സിസ്റ്റ് ചെയ്യണം സച്ച് ദാറ്റ് ആ എലമെൻറ്റ് ആൽഫയെ ഫീൽഡ് എഫുമായി അഡ്ജോയിൻ ചെയ്യുമ്പോൾ എനിക്ക് ആ എൻ്റയർ എക്സ്റ്റൻഷൻ ഇ കിട്ടണം. അങ്ങനെയാണെങ്കിൽ ഇതിനെ ഞാനൊരു സിമ്പിൾ എക്സ്റ്റൻഷൻ എന്ന് പറയും. സോ ദിസ് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് എ സിമ്പിൾ എക്സ്റ്റൻഷൻ. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് സിമ്പിൾ എക്സ്റ്റൻഷൻ്റെ എക്സാമ്പിൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, പക്ഷെ നമുക്കിവിടെ ഞാനൊരു എക്സാമ്പിൾ പറയാം, നിങ്ങൾക്ക് കുറച്ചും കൂടി മനസ്സിലാകാൻ വേണ്ടി ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നോക്കുക, വി നോ ദാറ്റ് ക്യൂ ഓഫ് പൈ ഈസ് ആൻ എക്സ്റ്റൻഷൻ ഫീൽഡ് ഓഫ് ക്യൂ അല്ലേ? ക്യൂവിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ഫീൽഡാണ് ക്യൂ ഓഫ് പൈ എന്ന് പറയുന്നത് അല്ല. അപ്പോൾ ക്യൂ ഓഫ് പൈ എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് ഈസ് എഫ് ഓഫ് ആൽഫ? എഫ് ഓഫ് ആൽഫ ക്യാൻ ബി ഒബ്റ്റെയിൻഡ് ബൈ അഡ്ജോയിനിങ് ആൽഫ ടു എഫ്. ഈ ആൽഫയെ എഫിലേക്ക് അഡ്ജോയിൻ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് എഫ് ഓഫ് ആൽഫ. ദെൻ വാട്ട് ഈസ് ക്യൂ ഓഫ് പൈ? ക്യൂ ഓഫ് പൈ ഈസ് ഒബ്റ്റെയിൻഡ് ബൈ അഡ്ജോയിനിങ് പൈ ടു ക്യൂ. ദ സെറ്റ് ഓഫ് ഓൾ റാഷണൽ നമ്പേഴ്സിനോട് ഈ പൈ അറ്റാച്ച് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ക്യൂ ഓഫ് പൈ എന്ന് പറയുന്നത്. അപ്പോൾ ക്യൂ ഓഫ് പൈയിലുള്ള എലമെൻറ്റ്സ് എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ റാഷണൽ നമ്പേഴ്സ് ഉണ്ടാവും പ്ലസ് എക്സ്ട്രാ ഈ പൈയും ഉണ്ടാവും. ഓക്കെ, സോ വി നോ ദാറ്റ് this Q of pi is an extension field of Q. Okay, now I choose so this is our F and this is our E. Okay, and E is an extension field of F. Now I choose an element from E. ഈ എക്സ്റ്റൻഷൻ ഫീൽഡ് ഇയിൽ നിന്ന് ഞാനൊരു എലമെൻറ്റിനെ ചൂസ് ചെയ്യുന്നു. അപ്പോൾ ഇ എന്ന് പറഞ്ഞാൽ ക്യൂ ഓഫ് പൈ ആണ്. ക്യൂ ഓഫ് പൈയിലുള്ള എലമെൻറ്റ്സ് എന്ന് പറയുന്നത് റാഷണൽ നമ്പേഴ്സ് വരാം അല്ലെങ്കിൽ പൈ വരാം അല്ലേ. സോ ഐ ചൂസ് പൈ ഫ്രം ദിസ് ഇ. ഈ പൈ എന്ന് പറയുന്നത് ഇതിലുള്ള ഈ ഫീൽഡിലുള്ള എലമെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിൽ നിന്നും ഈ ഇയിൽ നിന്നും ഞാനൊരു പൈ ചൂസ് ചെയ്യുന്നു. ക്യൂ ഓഫ് പൈയിൽ നിന്നും പൈയിനെ ഞാൻ ചൂസ് ചെയ്യുന്നു. ഓക്കെ, ഇനി ഈ ക്യൂ ഓഫ് പൈ ക്യൂവിൻ്റെ ഒരു സിമ്പിൾ എക്സ്റ്റൻഷൻ ആണോ എന്നാണ് നമ്മളിവിടെ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ക്യൂ ഓഫ് പൈ ക്യൂവിൻ്റെ ഒരു സിമ്പിൾ എക്സ്റ്റൻഷൻ ആവണമെങ്കിൽ ഈ ക്യൂ ഓഫ് പൈയിൽ നിന്ന് ഏതെങ്കിലും ഒരു എലമെൻറ്റ് ചൂസ് ചെയ്ത് ആ എലമെൻറ്റ് ക്യൂവിനോട് അഡ്ജോയിൻ ചെയ്യുമ്പോൾ ഇ കിട്ടണം, ക്യൂ ഓഫ് പൈ കിട്ടണം. ഓക്കെ, സോ ഐ ചൂസ് ഈ ക്യൂ ഓഫ് പൈയിൽ നിന്ന് ഞാൻ പൈ ചൂസ് ചെയ്തു ആൻഡ് ഈ പൈയിനെ ഞാൻ ക്യൂ ഓഫ് പൈ ആയിട്ട് അഡ്ജോയിൻ ചെയ്യിപ്പിക്കുന്നു. ദാറ്റ് ഈസ് ക്യൂ ഓഫ് പൈ. അപ്പോൾ നമുക്ക് എന്തൊട്ട് ഇതിനെ പൈയും കൂടി ഇതിനകത്ത് ആഡ് ചെയ്യുമ്പോൾ എനിക്ക് ക്യൂ ഓഫ് പൈ കിട്ടി. സോ ദിസ് ക്യൂ ഓഫ് പൈ, അതായത് ഈ ക്യൂ ഓഫ് പൈ എന്ന് പറയുന്നത് എന്താണ്? എഫ് ഓഫ് ആൽഫയാണ്. ദിസ് ക്യൂ ഓഫ് പൈ ഈക്വൽ ടു ദിസ് ക്യൂ ഓഫ് പൈ അല്ലേ? ദിസ് അവർ ഇ, വിച്ച് ഇംപ്ലീസ് ദിസ് ക്യൂ ഓഫ് പൈ ഈസ് എ സിമ്പിൾ എക്സ്റ്റൻഷൻ ഓഫ് ക്യൂ. കാരണം ക്യൂ ഓഫ് പൈയിൽ നിന്ന് പൈ എന്ന എലമെൻറ്റ് കിട്ടി. ആ കിട്ടിയ എലമെൻറ്റിനെ ഞാൻ ഈ ക്യൂ ആയിട്ട് അഡ്ജോയിൻ ചെയ്യിപ്പിച്ചു. അപ്പോൾ എനിക്ക് ക്യൂ ഓഫ് പൈ കിട്ടി. ആ ക്യൂ ഓഫ് പൈ എന്ന് പറയുന്നത് നമ്മുടെ ഇ തന്നെയാണ്. സോ ദിസ് ക്യൂ ഓഫ് പൈ ഈസ് എ സിമ്പിൾ എക്സ്റ്റൻഷൻ ഓഫ് ക്യൂ. അതുപോലെ തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന മറ്റൊരു എക്സാമ്പിളാണ് സെറ്റ് ഓഫ് ഓൾ കോംപ്ലക്സ് നമ്പേഴ്സ് ഈസ് എൻ സിമ്പിൾ എക്സ്റ്റൻഷൻ ഓഫ് സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ്. നമുക്കറിയാം സി ഈസ് എൻ എക്സ്റ്റൻഷൻ ഫീൽഡ് ഓഫ് ആർ. സി എന്ന് പറയുന്നത് ആറിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ഫീൽഡാണ് നമുക്കറിയാം. ആൻഡ് ഐ ചൂസ് ആൻ എലമെൻറ്റ് ഫ്രം ദിസ് സി. ഈ സിയിൽ നിന്ന് ഞാൻ എലമെൻറ്റിനെ ചൂസ് ചെയ്യുന്നു. ദാറ്റ് ഈസ് ഐ ചൂസ് ആൽഫ. ആൽഫ ഈക്വൽ ടു ഐ ഫ്രം സി. ഈ സിയിലുള്ള ഐ എന്ന എലമെൻറ്റിനെ ഞാൻ ചൂസ് ചെയ്യുന്നു. നൗ ഐ അഡ്ജോയിൻ ദിസ് എലമെൻറ്റ് ഐ വിത്ത് ആർ. ഓക്കെ, ഈ ആറുമായിട്ട് ഈ എലമെൻറ്റിനെ ഞാൻ അഡ്ജോയിൻ ചെയ്യിപ്പിക്കുന്നു. ദാറ്റ് ഈസ് ആർ ഓഫ് ഐ.
പറയുന്നത് സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സിനോട് ഐ എന്ന എലമെൻറ്റും കൂടി ഞാൻ അറ്റാച്ച് ചെയ്യുന്നു. അപ്പോൾ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സിനോട് ഐ പറഞ്ഞൊരു എലമെൻറ്റും കൂടി നമ്മൾ അഡ്ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് സെറ്റ് ഓഫ് ഓൾ കോംപ്ലക്സ് നമ്പേഴ്സാണ് അല്ലേ. സോ ദിസ് ഈസ് ഈക്വൽ ടു സി അല്ലേ. അതായത് ഞാൻ ഇവിടുന്ന് ചൂസ് ചെയ്ത ആൽഫ എന്ന് പറയുന്ന ഐ ആണ്, നമ്മുടെ എഫ് എന്ന് പറയുന്നത് ആറാണ്, ആൻഡ് ഇ എന്ന് പറയുന്നത് സി ആണ്. ഓക്കെ, ആർ ഓഫ് ഐ ഈക്വൽ ടു അവർ എഫ് ഓഫ് ആൽഫ ഈക്വൽ ടു ഇ, which implies this E is a simple extension of F, that is this C is a simple extension of R. ഓക്കെ, എക്സാമ്പിൾസ് ഒന്നും തന്നെ ടെക്സ്റ്റിനകത്ത് പറയുന്നില്ല, നിങ്ങൾക്ക് സിമ്പിൾ എക്സ്റ്റൻഷൻ്റെ ഡെഫിനിഷൻ മാത്രമാണ് പഠിക്കാനുള്ളത്. പക്ഷേ നിങ്ങളിതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി എക്സാമ്പിൾസ് ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ. ഓക്കെ.